ഹായ് കൂട്ടുകാരെ, നേരത്തെ ഷെയർ ചെയ്ത വീഡിയോ കണ്ടായിരുന്നില്ലേ? അവന് തന്നെ കയറിയ അനന്തു എന്നാണ് അവൻ്റെ പേര്. ആ തെരണ്ടി കയറിയ ആളുടെ പേര്. അവന് കയറിയ ഒരു തെരണ്ടിയുടെ വീഡിയോ ഉണ്ടോ അവന് എനിക്ക് അയച്ചു തന്നിട്ടു. അവൻ തന്നെ അതിനെക്കുറിച്ചുള്ള വിവരണം പറയാനുണ്ട്. ഞാനത് ഇതിൽ ഉൾപ്പെടുത്തുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. ഒരു 110 കിലോൻ്റെ തെരണ്ടിനെ കയറ്റണ വീഡിയോ ആണ്. അവൻ തന്നെ പറയാനുണ്ട് അതിനെക്കുറിച്ചുള്ള, അത് ഏതൊക്കെയാണ് അതിനുപയോഗിച്ച റീല്, അതിനുപയോഗിച്ച ബ്രൈഡ്, അതിനെക്കുറിച്ചൊക്കെ അവൻ്റെ ഒരു ഓഡിയോ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എത്രത്തോളം സമയം എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണത്. ഒരു തെരണ്ടിനെ ക്യാച്ച് ആയതിനു ശേഷം എത്ര പേരാണ് അസിസ്റ്റ് ചെയ്യണത്, എല്ലാം ഉള്ളടക്കത്തോടു കൂടിയാണ് ഈ വീഡിയോ കാസ്റ്റ് ചെയ്യണേ. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും തീരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല ഈ 110 കിലോ അങ്ങനെയുള്ള തെരണ്ടിനെയൊക്കെ കയറ്റാന്ന് പറഞ്ഞാൽ. അതിനെടുക്കുന്ന സമയം കറക്റ്റായിട്ട് ഈ വീഡിയോയിലുണ്ട്. എന്തിനാണ് ഈ വീഡിയോ അയച്ചു തന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ ചേട്ടൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യൂ എന്നുള്ള അതാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയ മറുപടി. എന്തായാലും കൊള്ളാം, നല്ല ഒരു വീഡിയോ ആണ് അവൻ എനിക്ക് അയച്ചു തന്നേക്കണേ. എന്തായി മോനെ, എന്താണ് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടല്ലോ? എന്താണ് കേസ് ഇത്? കഴിഞ്ഞ ഒരു മാസം മുമ്പ് അടിച്ചാണ് 110 കിലോത്തിന്റെ പുള്ളിത്തരണ്ടി. ആഹാ, പൊളിച്ചല്ല. എന്താണ് അപ്പൊ ഈ വീഡിയോ ഇട്ടെന്ന്? ഞാൻ ഫേസ്ബുക്കിലേക്ക് ഇട്ടോട്ടെ അത്. പിന്നെ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയാണ് ഞാൻ. എന്നാ നിന്നൊന്ന് പരിചയപ്പെടുത്തിയൊക്കെ. എന്തായാലും ഞാൻ ഈ വോയിസ് എന്തായാലും അതിന് കൊടുക്കും. എന്താണ് പേര്? സിജോ. അനന്ത്. ഓ യാ, സിജു എന്നാണ്ടാ എന്റെ ഓർമ്മ കിടക്കണ. ആനന്ദു അല്ലേ? ഞാൻ നിന്റെ ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, കണ്ടായിരുന്നാ? കൊള്ളാടാ, പൊളിയാണ് എന്തായാലും. അപ്പൊ ഈ വീഡിയോ നമുക്ക് കേട്ടാലേ? എന്തായാലും അത് കേട്ടിക്കോട്ടോ. അനന്തു, ഇത് എവിടെ നിന്നാണ്? സ്ഥലം പറയാമോ? നമുക്ക് പറയണ്ടല്ലേ? സ്ഥലം നമുക്ക് പബ്ലിഷ് ചെയ്താൽ ചിലപ്പോ അത് പണി കിട്ടും. ചിലപ്പോ. ഇത് നീ കയറ്റിയല്ലേ ഏറ്റവും വലുതാണോ അത്? അത് ഞാൻ കയറ്റിയതിൽ ഇപ്പൊ ഒരു 110 ഇപ്പൊ കയറ്റിയത്. ഇനി ഒരു 117 ഉണ്ട്. അതിന് പുറകെ ഞാൻ ഇട്ട് തരാം. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഇത് ഫേസ്ബുക്കില് അപ്ലോഡ് ചെയ്യണ്ട. അത് അപ്ലോഡ് ചെയ്തു. ഓഹോ, ഓക്കേടാ സിജു. ഞാൻ എന്താണ് പിന്നെ അനന്തു, അപ്പൊ ഞാൻ കണ്ട് എന്തായാലും കൊള്ളാല, പൊളി സാധനമുള്ള. അസിസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പേര് വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? അസിസ്റ്റ് ഞാനിപ്പോ ആ വീഡിയോ ഞാൻ എടുത്ത് നോക്കണം. ഞാനൊരു മാസം നോക്കിട്ടെ. നമ്മളെ ഏത് ഇതിലാണ്ടാ അറിയില്ലടാ അത് വന്നേക്കണേ? അത് ഒക്കുമ ടോം കാറ്റ്. ഒക്കുമ ടോം കാറ്റ്. സ്റ്റിക്ക് ഏതായിരുന്നു? 14,000 സീരീസ്. 14,000 സീരീസ്. ബ്രൈഡ് റിക്കി മാരിയോ 65 LB. റിക്കി മാരിയോ 65 LB. പിന്നെ 100 ഗ്രാമിന്റെ ജിഗ്. 100 ഗ്രാമിന്റെ ജിഗിലാണല്ലോ കയറിയത്. 100 ഗ്രാമിന്റെ ജിഗ്. ജിഗ് ഇത് അടിച്ചതാണല്ലോ ഇത്? ജിഗ് ഇത് അടിച്ചത് എല്ലാം ജിഗിങ്. വൈറ്റ് അല്ല. പിന്നെ ലീഡർ ലൈൻ്റെ നമുക്ക് 180 ആണ് ലീഡർ ലൈൻ. 180 ലീഡർ ലൈൻ അല്ലേ? ഓക്കെ. 180 ലീഡർ ലൈൻ. സ്റ്റിക്ക് ഏതായിരുന്നു? സ്റ്റിക്ക് പവർ റോഡ്. ഷേക്സ്പിയറിന്റെ പവർ റോഡ്. ഓക്കേടാ. അസിസ്റ്റ് ചെയ്ത ആൾക്കാരെയും കൂടി നമുക്ക് അതിൽ ഉൾപ്പെടുത്തായിരുന്നു. അപ്പൊ ഞാനത് നോക്കിയിട്ട്. ഇങ്ങനെയുള്ള മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് ഒരു കാരണവശാലും കയറ്റാൻ പറ്റൂല കേട്ടോ. നമ്മൾ ആ മീനടിച്ചിട്ട് ഇപ്പോൾ ശരിക്കും ഇതിൽ കാണുന്ന രണ്ട് അപ്പുറം ഇപ്പുറം 2-3 പേര് അതിന് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു നമുക്ക് കിട്ടിയേക്കണ ആ ഒരു മീനിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അടുത്ത ജിഗ് കാസ്റ്റ് ചെയ്ത് അതുമ്മലേക്ക് ആ മീനിൻ്റെ മേത്ത് കൊള്ളിച്ചിട്ട് അവരുടെയും കൂടി സഹായത്തോടു കൂടി കയറ്റുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കരുതും ഒരു ഒറ്റ ചൂണ്ടേമലാണ് മീൻ, ഒറ്റ ചൂണ്ടേമലാണ് അടിക്കുന്നത് എങ്കിലും അതിനെ കയറ്റാനായിട്ട് നമുക്ക് 3-4 പേരുടെ സഹായം വേണം. അത് ആ മീൻ അടിച്ച് അതിൻ്റെ ഒരു ഓട്ടത്തിൽ തന്നെ നമ്മൾ അടുത്ത ആൾക്കാരുടെ സ്റ്റിക്ക് കൊണ്ട് ഇതേ പറഞ്ഞിട്ട് ജിഗ് എറിഞ്ഞ് ആ മീനിൽ തന്നെ കുളത്തിച്ചിട്ട് അവരുടെയും കൂടി ആ ലൈനുമ്മലും കൂടിയാണ് ആ മീനെ ഫുള്ളായിട്ട് ലോഡിക്കണത്. അതൊക്കെ ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ഒരു സംശയം ഉണ്ടായേക്കാം ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത്. ഇപ്പം ഈ നിലവിൽ അവൻ പറയണത് അന്ന് അവർ 3 പേരും കൂടി അസിസ്റ്റ് ചെയ്തിട്ടാണ് ആ മീനെ ഒന്ന് വരുത്താൻ കഴിഞ്ഞതെന്നാണ് പറയണത്. ചിലത് ഇങ്ങോട്ട് വിട്ടുപോരും, പിന്നെ അടുത്തത് എറിഞ്ഞിട്ട് അതുമ്മലേക്ക് പിടിക്കുകയാണ് ചെയ്യണത് ശരിക്കും. ഇപ്പോൾ അതാണ് അരിയത്തൊക്കെ നിൽക്കണ സ്റ്റിക്കുകാരൊക്കെ ഒരൊറ്റ മീനാണ് അവർ വലിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. ഇതൊക്കെ ഒരു സംശയം തോന്നാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. 3 പേര് 4 പേരുടെ സ്ട്രെയിൻ കൊണ്ടാണ് ഈ ഒരു 10-15 മിനിറ്റ്
ഈ 11 മിനിറ്റാണ് ഈ വീഡിയോ എങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ടുണ്ട്. ഒരു നമ്മൾ ഡ്രാഗർ ലൂസ് ചെയ്ത് ഒരു പരിധിവരെ മീനെ ഓടിച്ച് അത് നമുക്ക് വൈൻഡ് ചെയ്യാൻ പാകത്തിനായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ അസിസ്റ്റ് ഹുക്ക് എറിയണത്. എന്നിട്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ലോഡാണ്. ഇതാണ്ട അനന്തു നമ്മൾ പറഞ്ഞേ, ഇവനാണ്ട മെയിൻ ഇവൻ്റെ ചൂണ്ടമേലാണ് അടിച്ചേക്കണേ. അതും ജിഗിലാണ് കേട്ടോ, 110 ഗ്രാമിൻ്റെ. അവൻ പറഞ്ഞ ഓഡിയോയിലുണ്ട് അത് 110 ഗ്രാമിൻ്റെ ജിഗാണെന്ന്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അവൻ പറഞ്ഞ ഓഡിയോ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. റീൽ ഏതാണെന്നും ബ്രൈഡ് ഏതാണെന്നും അത് പറഞ്ഞുകൊണ്ട് സ്റ്റിക്ക് ഏതാണെന്നൊക്കെ അവൻ്റെ ഫോൺ കോള് തന്നെ ഞാൻ അതിലേക്ക് വോയിസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കും. എന്തായാലും സമ്മതിക്കണം, അവന് ഈ മാസത്തിൽ അവന് ഈ 3-4 ദിവസത്തിന് മുമ്പുള്ളതാണ് എനിക്ക് കഴിഞ്ഞ ദിവസം അയച്ചു തന്നിട്ട് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇതൊരു മാസത്തിന് മുമ്പ് നടന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഏകദേശം ഒരു 13-14 മിനിറ്റോളമാണ് ഈ വീഡിയോ. എന്തായാലും കണ്ടു നോക്ക്. ഇവനും അസിസ്റ്റ് ചെയ്തേക്കണതാണ് കേട്ടോ അതുമ്മിലേക്ക് തന്നെ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു എഫക്റ്റാണ്. എനിക്ക് തെറ്റി. എല്ലാവരും കൂടി കൊടുക്കുന്ന ഒരു പ്രയത്നത്തിൻ്റെ ഫലമുണ്ടാകും ശരിക്കും ആ മീനിങ്ങിനെ കരക്കിലേക്ക് കയറി പോകുന്നത്. ഒരൊറ്റാളുടെ ചൂണ്ടമേലൊന്നും 110 കിലോ താങ്ങാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കും ഈ 110 കിലോ എങ്ങനെയാണ് ഇതിൽ സാധ്യമാണ്. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് കാണിക്കുന്നത്. ഫുൾ ലോഡ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ അപാരം. അനന്തു പിന്നെ ഇത് തന്നെയാണ് അവൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. എനിക്ക് കുറച്ച് വീഡിയോസും കൂടിയും അവൻ അയച്ചു തന്നിട്ടുണ്ട്. 3 ചൂണ്ടയുമ്പോൾ ലോഡായിട്ടുണ്ട് ഇപ്പം നിലവിൽ. എന്തായാലും മുഷിപ്പിക്കണില്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക്. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ വെറൈറ്റി കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. മണിക്കൂറുകളോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ജിഗ് ചെയ്തിട്ടാണ്. ബൈറ്റ് ഫിഷിംഗ് ആണെങ്കിൽ ക്യാച്ച് ചെയ്യണതാണെന്ന് പറയാം. ഇത് മണിക്കൂറുകളോളം നിലത്തിട്ട് അടിച്ച് അത് ജിഗ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുലുക്കി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മീനിൻ്റെ മേത്ത് ആ ട്രിപ്പിൾ ഹുക്ക് കയറി വീണാൽ മാത്രമാണ് ഇത് സാധ്യമാകുന്നത്. അത് ഒത്തിരി പ്രാവശ്യം എറിയണുണ്ടാകും. നിസ്സാര കാര്യമൊന്നുമല്ല ഒരെണ്ണം അടിക്കാന്ന് പറഞ്ഞാൽ. അതൊക്കെ ലക്കും കൂടിയാണ്. നമ്മൾ എറിഞ്ഞെറിഞ്ഞ് കൊടുത്ത് അത് വൈൻഡ് ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഈ സാധനം ഉണ്ടാവുന്നതെന്നുള്ളത്. അത് വിഴുങ്ങല്ല ചെയ്യണേ, അതിൻ്റെ മേത്ത് കയറി കുളത്ത് കൊടുക്കുകയാണ് ചെയ്യണേ. മനസ്സിലായോ? ഏകദേശം കരയോട് അടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ വീഡിയോ കാണും. ഈ വീഡിയോ അയച്ചു തന്ന അനന്തുവിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞേക്കട്ടെ. എന്തായാലും അനന്തു കൊള്ളാം, പുള്ളി വീഡിയോ. അനന്തുവിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് കേട്ടോ. എത്തിയിട്ടുണ്ട് ചെയ്തിട്ട്. ഈ കിട്ടിയേക്കണത് തെരണ്ടി പുള്ളിത്തരണ്ടിയാണ്. നമ്മൾക്ക് ലഭ്യമാകുന്ന തെരണ്ടികളിൽ വെച്ച് ഏറ്റവും ടേസ്റ്റും ഏറ്റവും വിലയുള്ള മീൻ തന്നെയാണ് കേട്ടോ. ഇതും ശരിക്കും നേരത്തുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോൾസെയിൽ വിലയാണെങ്കിൽ പോലും ഒരു 400 രൂപ വരെയും തൂക്കത്തിനാണ് ഇതൊക്കെ പോയേക്കണം ഈ മീനുകളൊക്കെ.
മുതൽ കരക്ക കയറി. കരക്ക കയറി കഴിഞ്ഞാൽ ഒരു ആയാസമായ ഒരു പരിപാടി കൂടി ഉണ്ട്. അതിൻ്റെ വാലിൻ്റെ തുമ്പിൽ ഏകദേശം എനിക്ക് പിന്നെ ഒരു 60 ശരിയാണെങ്കിൽ ഒരു 30-40 സെൻറ്റിമീറ്ററോളം ഉണ്ടാവും. ഇനി 30 അത് തന്നെ ഒരു 12 ഇഞ്ച് 14 ഇഞ്ചോളം ഉണ്ടാവും അതിൻ്റെ വാലിൻ്റെ തുമ്പിലുള്ള അതിൻ്റെ മുള്ള്. അതിനെ ആക്രമിക്കുന്നവരെ കുത്താൻ ഉപയോഗിക്കണം. അതും കൂടി ഓടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതാണെന്ന് തോന്നണം അത് ചെയ്യണം. അത് തന്നെ. കണ്ട മുതലേ 110 കിലോ.